പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെ സമയം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവ ജനത്തിനും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. 2024 പിന്നിട്ട മാസങ്ങളിലൊക്കെ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ച കർത്താവിന്റെ കുറുകിപ്പോകാത്ത കരം നമ്മെ ഇന്ന് പ്രഭാതത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചന വിചിന്തനത്തിനായി മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയുമില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്ന് പറയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐകിക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവ് പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും വിശ്വപ്രസിദ്ധമാണ്. അതിൽ കർത്താവ് പറഞ്ഞ അതിമനോഹരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഇന്നത്തെ ദൈവവചന ധ്യാനം. കർത്താവ് വിശ്വാസത്തെ കടുകുമണിയോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. 2 സന്ദർഭങ്ങളിലാണ് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസം എന്നുള്ള വിഷയം. എബ്രായർ 11:1 നമ്മളുടെ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ തന്നെ നാം കൊടുക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അപ്പോൾ തന്നെ വിശ്വാസം വിവിധ തരങ്ങളിലുണ്ട്. വിശ്വാസത്തിന്റെ വിവിധ അളവുകളുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖം ഒന്ന് കാണണമെന്നും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കണമെന്നും. അപ്പോൾ വിശ്വാസത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിൽ വിശ്വാസത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. യൂദ ലേഖനം എഴുതുമ്പോൾ പൊതുവിലുള്ള രക്ഷ എന്നുള്ള വിഷയമാണ് ലേഖനം എഴുതാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ചത്. പൊതുവിലുള്ള രക്ഷ. പക്ഷേ എഴുതി തുടങ്ങിയത് അത് പറയാൻ വേണ്ടിയാണെങ്കിലും പെട്ടെന്ന് ദൈവാത്മാവ് തന്റെ റൂട്ട് തിരിച്ച് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന വിഷയത്തിലേക്ക് ദൈവാത്മാവ് യൂദയെ തിരിച്ചുവിട്ടു. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വിശ്വാസം എന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒതുക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ട നിവർന്ന് കിടക്കുന്ന
വലിയൊരു വിഷയമാണ്. അപ്പോൾ തന്നെ വിശ്വാസം ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാന ഘടകം കൂടെയാണെന്നുള്ളതിൽ തർക്കം ഇല്ല. ഒട്ടുമിക്കവാറും ദൈവപ്രവൃത്തികൾ ആ പ്രവർത്തികൾ പ്രാപിക്കുന്നവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. യേശു പോയ പല സ്ഥലത്തും അവർ യേശുവിൽ വിശ്വസിക്കായ നിമിത്തം കർത്താവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ വിശ്വാസം എന്നത് തിരുവെഴുത്തുകളിലെ താളുകളിൽ നിന്നും കേൾവിയിൽ നിന്നും പ്രായോഗിക ജീവിതത്തിലേക്ക് നാം പകർത്തേണ്ട ഒരു പ്രധാന വിഷയമാണ് വിശ്വാസം. എങ്ങനെയാണ് വിശ്വാസം ഒരാളിൽ ഉടലെടുക്കുന്നത്? വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരും. അപ്പോൾ ദൈവ വചനത്തിന്റെ കേൾവിയാണ് ഒരാളെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാലങ്ങളിൽ ഇത് ദുർഘട സമയങ്ങളും ദുഷ്കാലവുമാകയാൽ ദൈവ വചനത്തിന്റെ വായന, കേൾവി നമ്മുടെ അകത്തെ വിശ്വാസത്തിന്റെ തലങ്ങളെ വർദ്ധിപ്പിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് 2 സന്ദർഭങ്ങളിൽ കടുകുമണിയെ വിശ്വാസത്തോട് ചേർത്ത് കർത്താവ് ഉപമിക്കുന്നു. അതിലാദ്യത്തെ സംഭവം അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ആദ്യത്തെ സംഭവം, അതിന് നിദാനമായിരിക്കുന്ന വിഷയം, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരപ്പനും മകനും കൂടെ വരികയാണ്. നമുക്ക് ആ മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. യേശു മറുരൂപമലയിൽ നിന്ന് പത്രോസും യാക്കോബും യോഹന്നാനുമായി ഇറങ്ങി വരികയാണ്. മറുരൂപമലയിൽ മോശയും ഏലിയാവുമായിട്ട് സംഭാഷണം കഴിഞ്ഞ് തേജസ് പ്രാപിച്ച കർത്താവ് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരപ്പനും മകനും കർത്താവിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി. ആ മകന് ഒരു അസുഖം ഉണ്ടായിരുന്നു. ചന്ദ്രരോഗം എന്നാണ് അതിന്റെ പേര്. തീയിലും വെള്ളത്തിലും എപ്പോഴും വീണ് ആ മകനെ കഷ്ടത്തിലാക്കുന്ന രോഗമായിരുന്നു ചന്ദ്രരോഗം. കർത്താവിന്റെ അടുക്കൽ വന്ന് അവർ ഇപ്പോൾ മുട്ടുകുത്തുന്നതിന് മുൻപ് ഇതേ വിഷയത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരെ സമീപിച്ചതാണ് ഈ അപ്പനും മകൻ. പക്ഷേ 16-ാം വാക്യത്തിൽ ആ അപ്പൻ യേശുവിനോട് ഒരു കംപ്ലൈന്റ് രീതിയിൽ പറയുന്നു, നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നതാണ്, പക്ഷെ അവർക്ക് സൗഖ്യമാക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ കർത്താവ് ശിഷ്യന്മാരെ വഴക്ക് പറയുന്നു. കർത്താവ് അവരോട് പ്രതികരിക്കുകയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും എന്ന് പറഞ്ഞ് കർത്താവ് തന്റെ നീരസം പ്രകടിപ്പിക്കും. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കർത്താവ് പറയുകയാണ്. യേശു ആ ഭൂതത്തെ ശാസിച്ചു, അതവന് വിട്ടുപോയി. ആ നാഴിക മുതൽ അവന് സൗഖ്യം വന്നു. ആ രോഗത്തിന്റെ പിൻപിൽ മറഞ്ഞിരുന്നത് ഒരു ദുർഭൂതമായി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന പല രോഗങ്ങളുടെ പിൻപിലും, പലരെയും കഷ്ടപ്പെടുത്തുന്നതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളാണ്. രോഗങ്ങളില്ല എന്നല്ല, ഉണ്ട്, പക്ഷെ അത് വളരെ കുറഞ്ഞ ശതമാനമേ ഉള്ളൂ. പക്ഷെ കൂടുതൽ ഭാഗവും രോഗങ്ങളുടെ പിൻപിൽ ചലിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ. ശാസിക്കേണ്ടതുപോലെ കൃപ പ്രാപിച്ചവർ അതിനെ ആത്മാവിൽ ശാസിച്ചാൽ ഈ നിമിഷവും ചില രോഗങ്ങൾ സൗഖ്യമാകും. ശാസിക്കുന്ന നാഴിക മുതൽ നമ്മുടെ ശരീരത്തിൽ സൗഖ്യം വ്യാപരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. നോക്കുക, ഇവിടെ ഈ സംഭവത്തിന് ശേഷം
ശിഷ്യന്മാർ വളരെ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കും. ചോദ്യം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? സ്തോത്രം. അതിന് കർത്താവ് പറഞ്ഞ മറുപടിയാണ്, വിശ്വാസത്തെ കടുകുമണിയോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രയും നിങ്ങൾക്കത് കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. അപ്പോൾ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ശിഷ്യന്മാർ ഭൂതം ബാധിച്ച ചെറുപ്പക്കാരനെ പുറത്താക്കുവാൻ, അവന്റെ ഭൂതത്തെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് കഴിയാതെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ, അതിന്റെ കാരണം അവർ അന്വേഷിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് നാം വായിക്കുന്ന ഒന്നാമത്തെ സന്ദർഭം. വിശ്വാസത്തെ കർത്താവ് കടുകുമണിയോട് ഉപമിക്കുന്നു. ഇനി രണ്ടാമതൊരു സന്ദർഭം കൂടെ കർത്താവ് വിശ്വാസത്തെ കടുകുമണിയോട് ഉപമിക്കുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. 6-ാമത്തെ, അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. അപ്പോൾ ഒരു പ്രധാന വിഷയം, രണ്ടാമത്തെ സന്ദർഭം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആട്ടെ. ഇത് പറയാനുണ്ടായ സന്ദർഭം എന്താണ്? ശിഷ്യന്മാർ, അതായത് അപ്പോസ്തലന്മാർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾക്കുള്ള വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അവരുടെ റിക്വസ്റ്റിനുള്ള കർത്താവിന്റെ മറുപടിയാണ് നമ്മൾ കേട്ടത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം. അപ്പോൾ കർത്താവ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കടലിലേക്ക് മാറ്റിക്കളയാം. നമ്മൾ വായിച്ച മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ നടും. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോഴെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് പരിഹരിച്ച് നിങ്ങൾ റീസ്റ്റോർ ചെയ്ത് മടങ്ങി വരണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കടുകുമണിയോളമുള്ള വിശ്വാസത്തിന് മലയോട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങും എന്ന് പറഞ്ഞാൽ, മല ചലിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു കാരണവശാലും നീക്കുപോക്കില്ലാത്ത, മൂവിങ് ഇല്ലാത്ത, ചലനമില്ലാത്ത, വല്ല ഉരുള് പൊട്ടുമ്പോഴോ പ്രകൃതിയുടെ കോപത്തിലോ ഒക്കെ മാത്രം അത് മല ചലിക്കുന്നില്ല. അതിനകത്തെ ചില കല്ലുകളൊക്കെ ഒടിഞ്ഞൊക്കെ വീഴുമെന്നുള്ളതിന് അപ്പുറത്തേക്ക് മലയ്ക്ക് ചലനമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ചലിക്കാത്ത മലയെ ചലിപ്പിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഇന്ന് രാവിലെ വിടുതലില്ലാതെ നിൽക്കുന്ന, മല പോലെ പർവ്വതം പോലെ യാതൊരു ചലനവുമില്ലാതെ, എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും യാതൊരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന ചില വിഷയങ്ങളെ ചലിപ്പിക്കാൻ ഇന്ന് രാവിലെ കടുകുമണിയോളമുള്ള നിന്റെ വിശ്വാസത്തിന് കരുത്തുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയുമ്പോൾ മുതൽ മല പോലെ നിശ്ചലമായി നിൽക്കുന്ന നിന്റെ വിഷയങ്ങൾ ഈ രാവിലെ മുതൽ ആത്മാവിൽ ചലിക്കാൻ തുടങ്ങും. സ്തോത്രം. ചിലത് നീങ്ങാൻ തുടങ്ങും, ചിലത് മൂവ് ആകാൻ തുടങ്ങും. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വപ്പെടുത്തും. ഞാന് ഒരിക്കൽ
ഈ കടുകുമണിയെ കുറിച്ച് ഒരു പുസ്തകത്തിൽ വായിച്ചൊരു സംഭവം, അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ എഴുത്തുകാരൻ അത് പറഞ്ഞത് എൻകറേജിങ് ആയ വിഷയമാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു രാജ്യത്ത് തുറമുഖ പട്ടണം പണിയാൻ, കപ്പലുകൾ നങ്കൂരമിടുന്ന തുറമുഖ പട്ടണം പണിയാൻ ഒരു രാജാവ് തീരുമാനിച്ചു. ആ രാജ്യം ചുറ്റുമുള്ള പല രാജ്യങ്ങളുമായി ശത്രുതയിലായിരിക്കയാൽ തുറമുഖ പട്ടണം പണിയാൻ ആവശ്യമായ കല്ലുകൾ, പാറകൾ പൊട്ടിച്ച് കൂറ്റൻ കല്ലുകൾ പൊട്ടിക്കാനുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിൽ ഇല്ലാതെ വന്നു. ഇവർ ചുറ്റുമുള്ള പലയിടത്തും അതിനുവേണ്ടി താല്പര്യപ്പെട്ടു, പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ രാജാവ് മന്ത്രിമാരുമായി ചേർന്ന് യോഗം നടത്തി. എങ്ങനെയാണ് ഈ കല്ലുകൾ പൊട്ടിക്കുന്നത്? സ്തോത്രം. അങ്ങനെ ഒരു മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ചിട്ട് രാജാവ് ഈ തുറമുഖ പട്ടണം പണിയേണ്ട സ്ഥലത്തുള്ള പാറക്കല്ലുകളുടെ കൂറ്റൻ കൂറ്റൻ പാറക്കല്ലുകളുടെ മുകളിൽ കടുകുമണി വിതറിയെന്നാണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. കടുകുമണി വിതറിയിട്ട് അടുത്ത ആഴ്ച ആ സമയത്ത് താൻ കടുകുമണി വിതറിയ ഭാഗങ്ങൾ വന്ന് ഇദ്ദേഹം പരിശോധിക്കുമ്പോൾ കണ്ട കാഴ്ച, ഈ കടുകുമണിയുടെ വേര് ഇറങ്ങിയിട്ട് പരുവരുത്ത കൂറ്റൻ പാറകളെല്ലാം വിണ്ട് കീറിയിരിക്കുകയാണ്. അതെന്നെ വല്ലാതെ ചലിപ്പിച്ചു. കാരണം കടുകുമണിയുടെ വേരിറങ്ങിയപ്പോൾ പരുവരുത്ത പാറകൾ പിളർന്നിരിക്കുക. ഇന്ന് രാവിലെ നിന്റെ വിശ്വാസം കടുകുമണി പോലെ വേരിറക്കാൻ തയ്യാറായാൽ എത്ര പിളരാത്തതും പിളർന്നു മാറും. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? നീ എത്ര വലിയ ക്യാൻസറിനാൽ ഭാരപ്പെട്ടാലും, എത്ര വലിയ കടഭാരത്താൽ ഭാരപ്പെട്ടാലും, എത്ര വലിയ പ്രതിസന്ധികളാൽ വേട്ടയാടപ്പെട്ടാലും, നിന്റെ വിശ്വാസത്തിന്റെ വേര് ആ പരിപരുത്ത പ്രതലത്തിന്മേലേക്ക് നീ ആഴത്തിൽ ഇറക്കിയാൽ ഒരു വിടുതലില്ലാത്ത വിഷയങ്ങളും നീങ്ങാതെ നിൽക്കുന്ന മലയും പൊട്ടിക്കീറാൻ തുടങ്ങും. നിന്റെ നേരെ മലയായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ, നിന്റെ നേരെ മല പോലെ നിൽക്കാൻ കഴിയാതെ ആ വിഷയങ്ങൾ ചിതറി മാറുന്നത് കാണാം. പക്ഷെ വിശ്വാസത്തിന്റെ വേര് ആഴത്തിൽ ഇറക്കുവാൻ ദൈവാത്മാവ് ചിലരോട് ഇന്ന് രാവിലെ സംസാരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ചലിക്കാത്ത മലയെ ചലിപ്പിക്കാൻ കടുകുമണിയോളമുള്ള വിശ്വാസത്തിന് കഴിയും. ഇനി കർത്താവ് ലൂക്കോസിൽ പറഞ്ഞു, കടുകുമണിയോളമുള്ള വിശ്വാസം കൊണ്ട് കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ പോയി നടുക എന്ന് പറഞ്ഞാൽ അത് നിന്നെ അനുസരിക്കും. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളൊരു കാട്ടത്തി മരത്തെ നോക്കുക. നല്ല വേരുള്ളതാണ് ഈ കാട്ടാത്തി എന്ന് പറയുന്നത്. എന്റെ ഒരു ഭാഷയിൽ പറഞ്ഞ JCB കൊണ്ട് പിടിച്ചാൽ പോലും പറയുമോന്ന് സംശയമുള്ള അത്ര ആഴത്തിൽ ഇറങ്ങുന്ന വേരുള്ളതാണ് ഈ കാട്ടത്തി. പക്ഷേ ഈ കാട്ടത്തി നിന്റെ വാക്കിനെ അനുസരിക്കും. സ്തോത്രം. എനിക്ക് അനുസരിക്കാത്ത ചിലതൊക്കെ നിന്റെ വാക്കിനെ അനുസരിക്കും. നിന്റെ നാവിൽ നിന്ന് ഉരുത്തിരുന്ന വാക്കിനെ അനുസരിക്കാത്തതൊക്കെ അനുസരിക്കും. എങ്ങനെയാ? കടുകുമണിയോളം വിശ്വാസം നിന്റെ ഹൃദയത്തിന്റെ അറയിൽ പൊട്ടിക്കിളിർക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ കടലിൽ നട്ടു നിൽക്കേണ്ട ചിലത് നിന്റെ വീടിനകത്ത് വേരിറക്കി ഒരു തടസ്സമായി നിൽപ്പുണ്ട്. ഇന്ന് രാവിലെ നിന്റെ വീടിനകത്തും ദൈവം അതിനെ പറിച്ച് കടലിൽ നടാൻ പോകുകയാണ്. സ്തോത്രം. അതിന് ദൈവം അത് ചെയ്യും. പക്ഷേ നീയാണ് കൽപ്പിക്കേണ്ടത്, നിന്നെയാണ് അത് അനുസരിക്കേണ്ടത്. നോക്ക്, ഈ കാട്ടത്തി കടലിലാണ് നടപ്പെടേണ്ടത്. പക്ഷേ ഇതിപ്പം നിന്റെ വീടിനകത്തിരിക്കുക. നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ, നിന്റെ വിഷയങ്ങൾക്കകത്ത് കാട്ടത്തി പോലെ വേരിറക്കി നിൽക്കുകയാ. പക്ഷേ ഇന്ന് രാവിലെ നിന്റെ വാക്കിനോട് മാറി കടലിലേക്ക് പോക എന്ന് പറയുന്ന നിന്റെ വാക്കിനെ അത് അനുസരിക്കണമെങ്കിൽ ഇന്ന് രാവിലെ കടുകുമണിയോളം വിശ്വാസം വേണം. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അസാധാരണകരമായ അത്ഭുതങ്ങൾ ചെയ്യാൻ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ, നമ്മുടെ വിശ്വാസം കടുകുമണിയേക്കാൾ മുകളിലോട്ട് വളരുകയാണെങ്കിൽ ഈ പുരുഷായുസിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട്
നിങ്ങളുടെ വിശ്വാസത്തിന്റെ തലം കടുകുമണി പോലെ ഒന്ന് ചലിപ്പിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് ചില ചിന്തകൾ കൂടെ പങ്കുവച്ചിട്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കടുകുമണിയും വിശ്വാസവും തമ്മിലുള്ള ചില ബന്ധങ്ങൾ നിങ്ങളെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് വളരെ പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന്, ജീവനുള്ള വിശ്വാസം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കടുകുമണിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഒന്ന് ജീവനുള്ള വിശ്വാസം എന്ന് വിശേഷിപ്പിക്കാം. എന്തുകൊണ്ടാണ് ജീവനുള്ള വിശ്വാസം എന്ന് വിശേഷിപ്പിക്കുന്നത്? കടുകുമണി വളരെ ചെറുതാണ്, എന്നാൽ ആ കടുകുമണിക്കകത്ത് ഒരു വലിയ ജീവൻ അടങ്ങിയിരിക്കും. സ്തോത്രം. നോക്കുക, അനുകൂലമായൊരു സാഹചര്യം ഒരുക്കപ്പെട്ടാൽ ആ ജീവൻ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ജീവനുള്ള ഈ വിശ്വാസത്തിനാണ് മലകളെ നീക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ചത്ത വിശ്വാസത്തിന്, നിർജീവമായ വിശ്വാസത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ക്ഷയം മാത്രമേ സംഭവിക്കൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ജീവനുള്ള വിശ്വാസം, ജീവനുള്ള വിശ്വാസമാണ് നമ്മിലുള്ളതെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ തെളിയപ്പെടും. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയപ്പെടണം. ഇന്ന് രാവിലെ സമയം കടുകുമണിയും വിശ്വാസവും തമ്മിലുള്ള ഒന്നാമത്തെ ബന്ധം, കടുകുമണി ചെറുതെങ്കിലും അകത്തെ ജീവൻ വലുതായിരിക്കുന്നത് പോലെ നിങ്ങളാണ് ചെറുതോ, നിങ്ങൾക്ക് പരിമിതിയുണ്ടോ, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. പകരം നിങ്ങളുടെ അകത്തെ വിശ്വാസം ജീവനുള്ള വിശ്വാസമാണെങ്കിൽ ഏത് മലയും ചലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങളിൽ വ്യാപരിക്കുന്നത് ജീവനുള്ള വിശ്വാസത്തിന്റെ ആഴമാണ്. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, നിറവുള്ള വിശ്വാസം എന്നാണ് കടുകുമണിയെയും വിശ്വാസത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് നിറവുള്ള വിശ്വാസം. സ്തോത്രം. അങ്ങനെ പറയാൻ കാരണം, കടുകുമണിയിൽ ഒരു നിറവുണ്ട്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കടുകുമണി പൊള്ളയല്ല എന്നാണ് അർത്ഥം. കടുകുമണി ഒരിക്കലും പൊള്ളയല്ല, അതിനകത്ത് ഒരു നിറവുണ്ട്. നിറവുള്ള വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നോക്കുന്നതും. സ്തോത്രം. അപ്പോൾ ചെറുതാണെങ്കിലും, കടുകുമണി ചെറുതാണ്, ചെറുതാണെങ്കിലും നിറവുള്ള വിശ്വാസത്തിന് അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സ്തോത്രം. അപ്പോൾ നാം എത്ര ചെറുതാണെങ്കിലും, നമ്മുടെ കഴിവുകൾ എത്ര ചെറുതാണെങ്കിലും, നിങ്ങളിൽ നിറവുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ ദേശം അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലുള്ള സാധ്യതകൾ ചെറുതാണെങ്കിലും, നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിലുള്ള സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും, നിറവുള്ളൊരു വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. നിങ്ങൾ മിറക്കിൾസുകൾ സാക്ഷിയാകാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ജീവനുള്ള വിശ്വാസമായിരിക്കണം. നമ്മുടെ വിശ്വാസം നിറവുള്ള വിശ്വാസമായിരിക്കണം. മൂന്ന്, നമ്മുടെ വിശ്വാസം ചലനാത്മകരമായ വിശ്വാസമായിരിക്കും. കടുകുമണിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസം ചലനാത്മകരമായ വിശ്വാസമായിരിക്കണം. എന്താണ് കടുകുമണിയുടെ പ്രത്യേകത? കടുകുമണിയുടെ പ്രത്യേകത, സ്തോത്രം, കടുകുമണി തീയേറ്റാൽ, ചൂടേറ്റാൽ കടുകുമണി ചലിക്കും. നോക്കി, കടുകുമണിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അടുക്കളയിൽ നിൽക്കുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാം. അത് തീയേറ്റാലോ ചൂടേറ്റാലോ കടുകുമണി ചലിക്കാൻ തുടങ്ങും. സ്തോത്രം.
ഇതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, വചനമെന്ന തീയും പരിശുദ്ധാത്മാവെന്ന തീയും, വചനത്തെയും പരിശുദ്ധാത്മാവിനെയും തീയോട് ഉപമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം വാക്യത്തിലും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 3-ാം വാക്യത്തിലും തീയോടും വചനത്തെയും പരിശുദ്ധാത്മാവിനെയും തീയോട് ഉപമിച്ചിട്ടുണ്ട്. തീയാണ് ഇത് രണ്ടുമെന്ന് പറയല്ലോ, തീയോട് ഉപമിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നാം ചലിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മിൽ ചലനാത്മകരമായി വ്യാപരിക്കാൻ തുടങ്ങും. സ്തോത്രം. തീയോ അതെങ്കിൽ പൊള്ളലൊക്കെ ഏറ്റാൽ ചലിക്കുന്ന കടുകുമണി പോലെ വചനമാകുന്ന പരിശുദ്ധാത്മാവാകുന്ന ആ തീയ് നമ്മുടെ അകത്ത് ചലിക്കാൻ തുടങ്ങിയാൽ നമ്മളിലെ വിശ്വാസം ചലനാത്മകരമായി മൂവ് ചെയ്യാൻ തുടങ്ങും. പ്രിയരെ, സാധുക്കളായിട്ടുള്ള പല ദൈവദാസന്മാരും, സ്തോത്രം, അവരിലൂടെ അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾക്ക് അവർ സാക്ഷിയായത് പരിശുദ്ധാത്മാവിന്റെയും വചനത്തിന്റെയും ആ തീയുടെ ആ സാമീപ്യം അവരുടെ ഉള്ളിലെ വിശ്വാസത്തെ ചലിപ്പിച്ചു. ചലനാത്മകരമായ വിശ്വാസമായി. നമ്മുടെ പല ആളുകളിലും വിശ്വാസമുണ്ടെങ്കിലും ഈ വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തീ അകത്തില്ലാത്തത് കൊണ്ട് വിശ്വാസം പലരുടെ അകത്തും ചലനാത്മകരമാകുന്നില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചലനാത്മകരമായിട്ടുള്ളൊരു വിശ്വാസമാണ്. 4-ാമത്തെ കാര്യം, വളരുന്ന വിശ്വാസം എന്നുള്ളതാണ്. കടുകുമണിയും വിശ്വാസവും തമ്മിലുള്ള 4-ാമത്തെ ബന്ധം വളരുന്ന വിശ്വാസം എന്നുള്ളതാണ്. സ്തോത്രം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കടുകുമണിയെ നമ്മൾ മണ്ണിൽ കൊണ്ടുവന്നിട്ടാൽ, കടുകുമണിയെ നമ്മൾ വിതച്ചാൽ അത് വളർന്ന് ചെടികളിൽ ഏറ്റവും വലുതായി തീരുമെന്ന് തിരുവെഴുത്തിൽ കൂടെ തന്നെ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ കടുകുമണി നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട എന്നുള്ള രീതിയിലല്ല. അതിനെ നമ്മൾ മണ്ണിലിട്ടാൽ, അതിനെ നമ്മൾ വിതയ്ക്കേണ്ട സ്ഥലത്ത് വിതച്ചാൽ അത് അവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് വളർന്ന് ചെടികളിൽ ഏറ്റവും വലുതായിത്തീരും. സ്തോത്രം. നോക്കുക, 1 മില്ലിമീറ്റർ മാത്രം വ്യത്യാസമുള്ള കടുകുമണി, 1 മില്ലിമീറ്റർ മാത്രം വ്യത്യാസമുള്ള കടുകുമണി അത് വളർന്ന് വളർന്ന് 12 മീറ്റർ പൊക്കം വരെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു മില്ലിമീറ്റർ മാത്രമുള്ളൊരു കടുകുമണി. എന്തുകൊണ്ട് 1 മില്ലിമീറ്റർ? പക്ഷേ ആ കടുകുമണിയെ വിതയ്ക്കേണ്ടതുപോലെ വിതച്ചാൽ, അനുകൂലമായൊരു മണ്ണിലേക്ക് ഇട്ടാൽ അതൊരു വളർച്ചയുണ്ട്. 12 മീറ്ററോളം പൊക്കങ്ങളിലേക്ക് വന്ന് ആ കടുകുമണിയെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് എന്താണ്? സ്തോത്രം. ചെടികളിൽ അത് ഏറ്റവും വലുതായി മാറുകയാണ്. നോക്ക്, അത് വിതയ്ക്കാത്തിടത്തോളം കാലം, മണ്ണിൽ വീഴാത്തിടത്തോളം കാലം അത് ഏറ്റവും ചെറുതായി ഒരു മില്ലി ആയിട്ട്, അത് വളരെ ചെറുതായിട്ട് ഇരിക്കുക, 1 മില്ലിമീറ്റർ മാത്രമായിട്ട് ഇരിക്കുക. പക്ഷേ അത് വിതച്ചപ്പോൾ അത് വളരാൻ തുടങ്ങി. സകല ചെടികളിലും മീതെ 12 മീറ്ററോളം അത് വളർന്നു. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ വിശ്വാസം വളരാൻ തുടങ്ങി. നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് പറഞ്ഞിരിക്കാതെ, പെന്തക്കോസിന്റെ ചരിത്രവും കുക്കുസാഹിബിന്റെ കാലവും പറഞ്ഞുകൊണ്ടിരിക്കാതെ, പ്രസന്റ് കണ്ടീഷനിൽ, ഇപ്പോഴത്തെ നിലവാരത്തിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആ നിറവുള്ള വിശ്വാസം, ചലനാത്മകരമായ വിശ്വാസം, ജീവനുള്ള വിശ്വാസം ഇന്ന് രാവിലെ മുതൽ നിങ്ങളുടെ അകത്ത് വളർന്നു തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. വളരുന്ന വിശ്വാസത്തിന്റെ ഉടമയായി തീരുവാൻ ദൈവാത്മാവ് പറയുന്നു. കുഞ്ഞെ, എങ്കിലും നിന്നിലൂടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, അല്ലെങ്കിൽ
60, 70, 80 വയസ്സ് വരെ ജീവിച്ച് ജീവിതം ആർക്കും ഗുണവും മണവുമില്ലാതെ ചത്തൊടുങ്ങുമെന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. വളരുന്ന വിശ്വാസത്തിന്റെ ഉടമയാണോ നീ, ഈ തലമുറയിൽ ചിലത് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്തോത്രം. നമുക്ക് ഈ കടുകുമണിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തിൽ അഞ്ചാമതായി ചിന്തിപ്പാൻ കഴിയുന്നത് ഗുണകരമായ വിശ്വാസം എന്നുള്ളതാണ്. ഗുണപരമായ വിശ്വാസം എന്നുള്ളതാണ്. സ്തോത്രം. അങ്ങനെ പറയാൻ കാരണം കടുകുമണിയുടെ അഞ്ചാമത്തെ പ്രത്യേകത, ഈ കടുകുമണി ഗുണമുള്ളതാണ് എന്നുള്ളതാണ്. കടുകുമണിയിൽ വിറ്റാമിൻ ഉണ്ട്. കടുകുമണി വിറ്റാമിൻ ഉള്ളതാണ്. കടുകുമണി രുചി വരുത്തുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പാചകത്തിനായിട്ടും ശരീരവേദന മാറ്റാനായിട്ടും ഒക്കെ നാം കടുകായും കടുകെണ്ണയുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കടുകുമണിയെ ഒരേ സമയത്ത് ശാരീരികമായ വിടുതലിനായി കടുകെണ്ണയായിട്ടും ഭക്ഷണങ്ങൾക്ക് രുചി വരുത്താനായിട്ടും ഉപയോഗിക്കുമ്പോൾ ഇത് ഗുണമുള്ളതാണ്, ഇത് വിറ്റാമിനാണ്. അങ്ങനാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയും വാക്കും നന്മയ്ക്കുള്ളതായിരിക്കണം. കടുകുമണി എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് രുചി കൊടുക്കാനും മറ്റുള്ളവരുടെ സൗഖ്യത്തിനും ഒക്കെയാണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിലെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥനയിലെ വിശ്വാസം, നമ്മുടെ ആരാധനയ്ക്കകത്തെ വിശ്വാസം മറ്റുള്ളവരുടെ നന്മയ്ക്ക് മാത്രം ഉതകുന്നതായിരിക്കണം. ഗുണം വരുത്തുന്ന വിശ്വാസമായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ഒരിക്കലും ആരുടെയും ദോഷത്തിനു വേണ്ടി ഉപയോഗിക്കരുത്. അപരന്റെ തകർച്ചകൾക്ക് വേണ്ടിയോ ക്ഷയത്തിനു വേണ്ടിയോ പ്രാർത്ഥിക്കുവാൻ നമുക്ക് യാതൊരു രീതിയിലുമുള്ള അനുവാദവും ക്രിസ്തീയ വിശ്വാസം പുതിയ നിയമത്തിൽ നൽകുന്നില്ല. കാരണം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പഠിപ്പിച്ച കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെങ്കിൽ നമ്മുടെ വായിലെ പ്രാർത്ഥനയുടെ വാക്കുകളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് ഗുണവും രുചിയും സൗഖ്യവും വരുത്തുന്നതായി തീരട്ടെ എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കും. കടുകുമണിയുമായി ബന്ധപ്പെട്ടുള്ള ആറാമത്തെ കാര്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട വിശ്വാസം എന്നുള്ളതാണ്. നോക്കുക, ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തു തോണിയുടെ അമരത്തിരുന്നിട്ട് പോലും ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയം കയറിയപ്പോൾ അവർ ചോദിച്ചു, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. കണ്ടോ, വിശ്വാസത്തിലൂടെ ഏറ്റക്കുറച്ചിൽ വന്ന കണ്ടോ, യേശു അവരുടെ പടലിൽ ഇരുന്നിട്ട് പോലും സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ഒരു കാര്യമുണ്ട്, കടുകുമണി വളരെ ചെറിയ ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാതെ പോകാനും നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കടുകുമണി കയ്യിൽ നിന്ന് ഊർന്നു പോകാനുള്ള സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവാത്മ പറയുന്നു, അത്ഭുതങ്ങൾക്ക് കാരണമായി തീരേണ്ട വിശ്വാസം നിങ്ങളിൽ നിന്ന് കുറഞ്ഞു പോകാനും നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ് തെസ്സലോനിക്കരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണമെന്നും നിങ്ങളുടെ മുഖം കാണണമെന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് ഒന്ന് നികത്താൻ വേണ്ടിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വലിയ സൗഖ്യം വെളിപ്പെടേണ്ട, ദൈവപ്രവൃത്തിക്ക് കാരണമാകേണ്ട വിശ്വാസം നമ്മിൽ കുറഞ്ഞു പോകാൻ, അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി പോരാടണം. വിശ്വാസത്തെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ, വില കൊടുക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണമെന്ന് ദൈവാത്മാവ് ആഴത്തിൽ സംസാരിക്കും. ഇനി വിശ്വാസവും കടുകുമണിയുമായുള്ള ബന്ധപ്പെട്ട് ഏഴാമത്തെ പ്രത്യേകത പറയുന്ന വിശ്വാസം എന്നുള്ളതാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ, കണ്ടോ, പറയുന്ന വിശ്വാസം, പറഞ്ഞാൽ ഈ കാട്ടത്തിയോട് ഇവിടെ നിന്ന് കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ വിശ്വാസം പറയേണ്ടതാണ്. ചില ആളുകളുടെ വായിൽ വിശ്വാസം അവർ പറയത്തില്ല.
വാ തുറന്ന നെഗറ്റീവ് പറയത്തുള്ളൂ. നേരം വെളുക്കുമ്പോഴേ ഓ ഇന്ന് എനിക്ക് വയ്യാന്നും പറഞ്ഞ എഴുന്നേറ്റ്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും. നോക്കി പറയേണ്ട വിശ്വാസമാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങളെ നോക്കി, നിങ്ങളുടെ പോരാട്ടങ്ങളെ നോക്കി, നിങ്ങളുടെ അസാധ്യതകളെ നോക്കി, അനുകൂലമല്ലാത്ത സാഹചര്യത്തെ നോക്കി വിശ്വാസം പറയാൻ കാലേബിനെ പോലെ യോശുവയെ പോലെ അതേ 10 പേരും അഹിമാൻ, ദേശായി, തൽമായി, അനാക്യ മല്ലന്മാരുണ്ട്. നമുക്കൊരിക്കലും കനാനിൽ കയറാൻ കഴിയില്ല എന്ന് സാക്ഷ്യം പറഞ്ഞ് ജനത്തിന്റെ ഉള്ളമൊരുക്കിയപ്പോൾ പ്രതികൂല സാഹചര്യത്തെ നോക്കി, മല്ലന്മാരെ നോക്കി കൂടാരത്തിന്റെ കുറ്റി പറിക്കുക, യഹോവ ദേശം നമ്മുടെ കൈവശം തന്നിരിക്കുന്നു എന്ന വിശ്വാസം പറഞ്ഞ അവർ വാക്തത്വ മണ്ണിൽ പ്രവേശിച്ചതുപോലെ വിശ്വാസം പറയാനുള്ളതാണ്. നീ വിശ്വാസം പറഞ്ഞാൽ വിശ്വാസം നിന്നെ വാക്തത്വത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ദൈവ നിയോഗത്തോടുകൂടെ നിങ്ങൾ വിശ്വാസം പറഞ്ഞാൽ മലകൾ നീങ്ങും, കാട്ടത്തികൾ പറയും, നിങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു വിധമായ തർക്കവുമില്ല. സ്തോത്രം. നോക്ക് പ്രിയപ്പെട്ടവരെ, വിശ്വാസം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവോട് പറഞ്ഞൊരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. കാട്ടത്തി വേരോടെ പറഞ്ഞെന്ന ആ വേരോടെ പറയുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വേര് നിന്നാൽ അവിടെ എന്ത് സംഭവിക്കുന്നത്? കാട്ടത്തി വീണ്ടും കിളർക്കും. പലരുടെയും ജീവിതത്തിൽ വേരേ ഉള്ളൂ, പലതിന്റെയും വേര് കിടപ്പുണ്ട്. കയ്പിന്റെ വേര്, എബ്രാലേഖനം പറയുന്നുണ്ടല്ലോ, അസൂയയുടെ വേര്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ വേരേ ഉള്ളൂ, മുകളിലോട്ടൊന്നും കാണുന്നില്ല, പക്ഷെ വേരേ ഉള്ളൂ. പക്ഷെ അതവിടെ നിന്നാ പ്രശ്നം എന്നാ അറിയോ? ആ വേര് നിന്നാൽ അവിടുന്ന് കിളിർക്കും, കാട്ടത്തികൾ കിളിർക്കും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു വേരോട് പിഴുതു പോകണം. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില വേരുകളൊക്കെ വേരോട് പിഴുതു പോകണം. സ്തോത്രം. അങ്ങനെ വേരോട് പിഴുതു പോകണമെങ്കിൽ പാപത്തിന്റെ വേരാകട്ടെ, രോഗത്തിന്റെ വേരാകട്ടെ, ശാപത്തിന്റെ വേരാകട്ടെ, ആളുകളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന വേരുകൾ വേരോടെ പിഴുതു പോകണമെങ്കിൽ അഭിഷേകമുള്ളവൻ, ദൈവനിയോഗമുള്ളവൻ വാ തുറന്ന് വിശ്വാസം പ്രഖ്യാപിക്കണം. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് വിശ്വാസം പ്രഖ്യാപിച്ച് ഏലിയാവിനെ പോലെ വിശ്വാസം പറയാനുള്ളതാണ്, പ്രഖ്യാപിക്കാനുള്ളതാണ്, വാ തുറന്ന് കൽപ്പിക്കാനുള്ളതാണ്. സ്തോത്രം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് അവസാനം. കടുകുമണിയും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തിലെ 8ാമത്തെ കാര്യം ആകർഷണീയമല്ലാത്തത്. ആകർഷണീയമല്ലാത്തതാണ്. സ്തോത്രം. എന്താണ് അതിന്റെ പ്രത്യേകത? ആകർഷണീയമല്ലാത്തതാണെന്ന് പറഞ്ഞാൽ കടുകുമണി കാഴ്ചയ്ക്ക് അത്ര ആകർഷണമുള്ള സംഭവമല്ല. കാഴ്ചയ്ക്ക് സൗന്ദര്യമുള്ളതല്ല കടുകുമണി. കടുകുമണി കാണുവാൻ അത്ര ആകർഷണീയമായിട്ടൊന്നുമില്ല. പക്ഷെ വിതച്ചാൽ അതൊരു വലിയ ചെടിയായി. നോക്കിയേ, വിശ്വാസത്തിന്റെ വിത്തും ഇതുപോലെയാണ്. അത് വിതച്ചാൽ വലുതായി തീരും, പിന്നത്തേതിൽ അതിന്റെ റിസൾട്ട് കാണുവാനിടയായി. നാം ഓരോരുത്തരും അനുവർത്തിക്കുന്ന വിശ്വാസം മറ്റുള്ളവർക്ക് അത് ആകർഷണീയമായി തോന്നണമെന്നില്ല. നിങ്ങൾ പറയുന്ന വിശ്വാസം കേട്ടിട്ട് ചിലർ പറയും മണ്ടനാണ്, ഇപ്പോഴും വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതുവരെയും കാര്യം നടന്നില്ല. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന വിശ്വാസം മറ്റുള്ളവർക്ക് ആകർഷണീയമായി തോന്നണമെന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവിന്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങളുടെ വിശ്വാസം ലോകത്തിന്, ചർച്ചക്കാർക്ക്, ബന്ധുമിത്രാദികൾക്ക് ആർക്കും ആകർഷണീയമായി തോന്നിയില്ലെങ്കിലും വാതുറന്ന് വിശ്വാസം പറഞ്ഞുകൊള്ളുക. നിശ്ചയം നിങ്ങൾക്ക് ആ വിശ്വാസത്തിന്റെ റിസൾട്ട് വെളിപ്പെട്ടു വരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, വിശ്വാസത്തിന് പല അളവുകളുണ്ട്. കർത്താവ് തന്നെ പറയുന്നുണ്ട് വലിയ വിശ്വാസം എന്നും. അതേ വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചൊക്കെ തിരുവെഴുത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം ജീവനുള്ള വിശ്വാസമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം നിറവുള്ള വിശ്വാസമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വളരുന്ന വിശ്വാസമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ചലനാത്മകരമായ വിശ്വാസമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ഗുണപരമായ വിശ്വാസമെങ്കിൽ
നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന വിശ്വാസമാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ആകർഷണീയമല്ലാതിരിക്കുന്ന വിശ്വാസമാണെങ്കിൽ പേടിക്കണ്ട. നിങ്ങൾ ആ വിശ്വാസം പറയുക, പ്രഖ്യാപിക്കുക. ആ വിശ്വാസം നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. ആ വിശ്വാസം നിങ്ങളുടെ വീടിനകത്ത് മിറക്കിളിനെ കൊണ്ടുവരും. ആ വിശ്വാസം നിങ്ങളുടെ വീടിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. പലയിടത്തും കർത്താവ് അത്ഭുതം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കരയണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാവിലെ സമയം നമുക്ക് ആ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാം. നമ്മുടെ പേര് തന്നെ വിശ്വാസി എന്നല്ലേ? ആകയാൽ നമുക്ക് ആ വിശ്വാസത്തിന് വേണ്ടി പോരാടാം, ആ വിശ്വാസത്തിന് വേണ്ടി അധ്വാനിക്കാമെന്നുള്ള ആഴമേറിയ ഒരു പ്രബോധനത്തിലൂടെ ഇന്നത്തെ ചിന്തകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായിട്ടുള്ള നല്ല നിമിഷത്തിനായി സ്തോത്രം. ദൈവവചനത്തിലൂടെ കർത്താവ് ഞങ്ങളെ ഉറപ്പിച്ചതിനായി. രാവിലെ ഞങ്ങളുടെ വിശ്വാസം എവിടെയെങ്കിലും പോയിരിക്കുന്നുവോ, അതിൽ ഏറ്റക്കുറച്ചിലുണ്ടോ, അത് എന്തായിരിക്കുന്നു എന്നുള്ളതിനെ ഒന്ന് പുനഃപരിശോധിക്കാൻ ദൈവാത്മാ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ യൂട്യൂബിലൂടെ കേൾക്കുന്നവർക്കൊക്കെ ഈ വചനം അനുഗ്രഹമാകണം, അവരുടെ ഉള്ളത്തിൽ കത്തലുണ്ടാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവ്. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിഷയത്തിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ഏക പ്രത്യക്ഷത വരെ നമ്മേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇന്ന് രാവിലെ സമയം വലിയ ജയത്തെ നൽകിയ പിതാവായ ദൈവത്തിനെ ശക്തിയോടെ സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. വിശ്വാസത്തിൽ വളരാം, വിശ്വാസത്തിൽ ശക്തിപ്പെടാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.